IPL-ൽ വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. മുംബൈ ഇന്ത്യൻസിനെതിരെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 100 റൺസിന്റെ പടുകൂറ്റൻ തോൽവിയാണ് റോയൽസ് ഏറ്റുവാങ്ങിയത്. ഈ തോൽവിയോടെ ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു. ഈ മത്സരത്തിനിടെ നടന്ന ഒരു സംഭവം ക്രിക്കറ്റ് ലോകത്ത് വിവാദമായി കഴിഞ്ഞിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് സമയത്ത് അവരെടുത്ത ഒരു DRS ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ 2ാം ഓവറിലായിരുന്നു സംഭവം. അഫ്ഗാനിസ്ഥാൻ പേസർ ഫസൽ ഹഖ് ഫറൂഖി എറിഞ്ഞ ഓവറിൽ രോഹിത് ശർമ്മ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി. രാജസ്ഥാൻ റോയൽസ് താരങ്ങളുടെ അപ്പീലിൽ അമ്പയർ ഔട്ട് വിളിക്കുകയും ചെയ്തു. ഈ സമയം DRS എടുക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്ന രോഹിത് അവസാനം രണ്ടും കൽപ്പിച്ച് DRSന് കൊടുക്കുകയായിരുന്നു. 3ാം അമ്പയറുടെ പുനഃപരിശോധനയിൽ അത് വിക്കറ്റല്ലെന്ന് വ്യക്തമാവുകയും രോഹിത്തിന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്നാൽ രോഹിത് ശർമ്മ DRS നൽകാനെടുത്ത സമയമാണ് ക്രിക്കറ്റ് പ്രേമികളുടെ നെറ്റി ചുളിപ്പിച്ചത്. DRS ടൈമറിൽ 15 സെക്കൻഡ് പൂർത്തിയായതിനു ശേഷമാണ് രോഹിത് DRSന് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി ക്രിക്കറ്റ് പ്രേമികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിട്ടുണ്ട്. രോഹിത് DRS നൽകുന്ന സമയത്ത് DRS ടൈമറിൽ 0 കഴിഞ്ഞിരുന്നുവെന്നും നേരായ വിധത്തിൽ ഉപയോഗിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ടൈമർ എന്നും ക്രിക്കറ്റ് പ്രേമികൾ ചോദിക്കുന്നുണ്ട്. അമ്പയർ ആ DRS അനുവദിക്കരുതായിരുന്നുവെന്നും IPL പോലെയൊരു ടൂർണമെന്റിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുമാണ് ക്രിക്കറ്റ് ആരാധകരുടെ പക്ഷം. DRSൽ വിക്കറ്റ് തിരിച്ചു കിട്ടിയ രോഹിത് ശർമ്മ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് പുറത്തായത്. 36 പന്തിൽ 9 ഫോറുകളുടെ സഹായത്തോടെ 53 റൺസാണ് താരം സ്കോർ ചെയ്തത്. റയാൻ റിക്കിൾട്ടൺ 38 പന്തിൽ 61, സൂര്യകുമാർ യാദവ് 23 പന്തിൽ 48, ഹർദിക് പാണ്ഡ്യ 23 പന്തിൽ 48 എന്നീ സ്കോറോടെ തിളങ്ങിയതോടെ മുംബൈ 20 ഓവറിൽ 2 വിക്കറ്റിന് 217 എന്ന കൂറ്റൻ സ്കോറിലെത്തുകയായിരുന്നു. വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസ് ആകട്ടെ വെറും 117 റൺസിൽ പുറത്തായി 100 റൺസിന്റെ കനത്ത പരാജയം ഏറ്റുവാങ്ങി. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ ട്രെന്റ് ബോൾട്ട്, കരൺ ശർമ്മ എന്നിവരും 2 വിക്കറ്റുകൾ എടുത്ത ജസ്പ്രീത് ബുംറയുമാണ് റോയൽസിനെ തകർത്തത്. നിർണായക മാച്ചിലും റോയൽസിനായി സഞ്ജു സാംസൺ കളിച്ചിരുന്നില്ല. തുടർച്ചയായ 4ാം മാച്ചിലാണ് സഞ്ജു പരിക്ക് കാരണം പുറത്തിരിക്കുന്നത്. പരിക്കേറ്റ സന്ദീപ് ശർമ്മയും ടീമിലുണ്ടായിരുന്നില്ല. സഞ്ജുവിന് പകരം റിയാൻ പരാഗ് തന്നെയാണ് ടീം ക്യാപ്റ്റനായി തുടർന്നത്. വിക്കറ്റ് കീപ്പറുടെ ചുമതല ധ്രുവ് ജുറൽ ഏറ്റെടുത്തപ്പോൾ ഓപ്പണർ റോളിൽ സഞ്ജുവിന് പകരം 14-കാരൻ വൈഭവ് സൂര്യവംശി ക്രീസിലെത്തുകയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ കഴിഞ്ഞ മത്സരത്തിനിടയിൽ സന്ദീപ് ശർമ്മയുടെ വിരലിന് ഒടിവ് സംഭവിച്ചിരുന്നു. ശേഷിക്കുന്ന സീസണിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ആകാശ് മദ്വാൽ പകരക്കാരനായി. പരിക്ക് മൂലം വനിന്ദു ഹസരംഗയും മത്സരത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. കുമാർ കാർത്തികേയാണ് പ്ലേയിങ് 11-ൽ ഇതോടെ ഇടം നേടിയത്. മുംബൈ അവരുടെ വിജയ കോമ്പിനേഷൻ നിലനിർത്തി തന്നെയാണ് ഇന്നലെ ഇറങ്ങിയത്. വ്യത്യസ്തമായ ജേഴ്സി ധരിച്ചുകൂടിയാണ് റോയൽസ് താരങ്ങൾ ഇന്നലെ കളത്തിലിറങ്ങിയത്. പിങ്ക് പ്രോമിസ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ ഓൾ പിങ്ക് ജേഴ്സി ധരിച്ചാണ് ടീം ഇറങ്ങിയത്. രാജസ്ഥാനിൽ വനിതകളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തുടർച്ചയായ 2ാം വർഷമാണ് റോയൽസ് പിങ്ക് പ്രോമിസ് ഡേ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം RCBക്കെതിരെ നടന്ന മത്സരത്തിൽ റോയൽസ് താരങ്ങൾ പൂർണ്ണമായും പിങ്ക് നിറത്തിലുള്ള ജേഴ്സി ധരിച്ചെത്തി 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. പിങ്ക് പ്രോമിസ് ഡേയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം സ്പോൺസർമാരുടെ പിന്തുണയോടെ 250-ലധികം വീടുകളിൽ വൈദ്യുതി എത്തിക്കാൻ സാധിച്ചതായി റോയൽസ് അവരുടെ വെബ്സൈറ്റിലെ ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. രാജസ്ഥാനിലെ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് ഇന്നലെ നടന്ന മത്സരത്തിലെ ഓരോ ടിക്കറ്റുകളുടെയും വരുമാനത്തിൽ നിന്ന് 100 രൂപ വീതം റോയൽസ് നീക്കിവെക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഓൾ പിങ്ക് റോയൽസ് ജേഴ്സിയുടെ വിൽപ്പനയിൽ നിന്നുള്ള എല്ലാ വരുമാനവും സാമൂഹിക മുന്നേറ്റ പദ്ധതികൾക്കായി റോയൽ രാജസ്ഥാൻ ഫൗണ്ടേഷൻ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്.